വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. BJPക്കൊപ്പം പ്രവർത്തിക്കുന്ന സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റം മുഴുവൻ സംശയാസ്പദമെന്നും MA ബേബി 24നോട്. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനീത വിജിയുടെ റിപ്പോർട്ട്. വോട്ടർ അധികാർ യാത്ര ഇന്ന് പട്നയിൽ അവസാനിക്കും. ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുന്ന ബീഹാറിൽ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ബീഹാറിൽ ഇത് വലിയ തോതിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ തോതിൽ സാധാരണ ജനങ്ങൾ, ചെറുപ്പക്കാർ, മഹാഗഠബന്ധൻ എന്നറിയപ്പെടുന്ന വിശാലമായ ഒരു മതേതര ജനാധിപത്യ പുരോഗമന പാർട്ടികളുടെ കൂട്ടായ്മയാണ്. അത് ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ വോട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണത്. അത് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു സംഘം സഹപ്രവർത്തകർ നടത്തിയിട്ടുള്ള വളരെ സൂക്ഷ്മമായ പഠനത്തെ തുടർന്ന് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ സ്ഥിതിവിവരക്കണക്കുകൾ വെച്ചുകൊണ്ടാണ്. ഇലക്ഷൻ കമ്മീഷന് അതിന് കൃത്യമായി യാതൊരു മറുപടിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേന്ദ്ര BJP ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വിമർശനം ഇന്ത്യ വേദി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷവും ഭരണപക്ഷവും അവർക്ക് ഒരേ നിലയിൽ തുല്യ അവകാശങ്ങളോടുകൂടി, തുല്യ സൗകര്യങ്ങളോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയണമെന്നുള്ളതാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാന പ്രമാണം. അത് നഗ്നമായിട്ട് അട്ടിമറിക്കപ്പെടുകയാണ് RSSൻ്റെ ഒരു പദ്ധതി അനുസരിച്ച്. SIR തന്നെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന അത് പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്? ഞങ്ങൾ നടത്തിയ ചില പ്രാഥമികമായ അന്വേഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഒരു തീവ്ര പരിശോധന ആവശ്യമുണ്ട്. അനർഹരായിട്ടുള്ള ഒരുപാട് പേര് ഈ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു പഠനത്തിൽ നിന്നും വെളിപ്പെട്ടു എന്നൊരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു. എന്താണ് ആ റിപ്പോർട്ട് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ റിപ്പോർട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റം മുഴുവൻ സംശയാസ്പദമാണ്. ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന സമരം ഇന്ത്യയിലൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഇന്ത്യ വേദി ഉദ്ദേശിക്കുന്ന സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതിഷേധം അത് വലിയ വിജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ആ പ്രതിഷേധം എത്തിക്കാനാണ് ഇതിനോടകം തന്നെ ആലോചിക്കുന്നത്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.